ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഒരു അടിപൊളി ലഡു ഉണ്ടാക്കി നോക്കിയാലോ. വീട്ടിൽ എങ്ങനെ അടിപൊളിയായിട്ട് ലഡു ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നോക്കാം അതിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണ്ടതെന്ന്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ട്. ശകലം കളർ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ശകല ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സോഡാപ്പൊടിയും കൂടി ഞാനിതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എങ്കിലും നിങ്ങളത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നൂൽ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഈ രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നൂൽ പരുവത്തിൽ കണ്ടില്ലേ, ഇതേ രീതിയിൽ വേണം നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ. ഇനി ബൂന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ ബൂന്തി വറുത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി ഏകദേശം തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ കണ്ണാപ്പ് ഉപയോഗിച്ച്, അതായത് ചെറിയ ദ്വാരമുള്ള കണ്ണാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ മാവിനെ കലക്കി വെച്ച മാവ് ഈ കണ്ണാപ്പിയിൽ ഒഴിച്ച് ചെറുതായി ഒന്ന് തട്ടി കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ ബൂന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ബൂന്തി കുറച്ച് ശകലം കട്ട പോലെയുണ്ട്. അത് പൊടിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അല്ലാതെന്ന് വെച്ചാൽ നമുക്ക് മണിമണി പോലുള്ള ബൂന്തി ലഭിക്കുമായിരുന്നു. ഇനി ഈ ബൂന്തിയിലേക്ക് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ഗ്രാമ്പും 1 സ്പൂൺ ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇത് പൊടിച്ചെടുത്തതാണത്. നന്നായി പൊടിക്കേണ്ട ഒരു പരുവത്തിൽ, ഒരു ചെറിയ രീതിയിൽ, അങ്ങനെ പൊടിയാനും പാടില്ല, ആ രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായി വരുന്നത് പഞ്ചസാര ലായനിയാണ്. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. 200 ഗ്രാം പഞ്ചസാരയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2-3 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് പഞ്ചസാര ലായനിയാക്കി എടുത്തിട്ടുണ്ട്. ഇല്ലേ, ഇനി ഈ പഞ്ചസാര ലായനി നമ്മൾ ഒന്ന് ആറിയതിന് ശേഷമാണ് ഈ പൊടിച്ച ബൂന്തിയിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. പൊടിച്ചുകൊണ്ട് വന്ന ബൂന്തി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബൂന്തിയിലേക്കാണ് നമ്മൾ ആറിയ പഞ്ചസാര ലായനി ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതാ പഞ്ചസാര ലായനി നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ആറിക്കഴിഞ്ഞിട്ടുണ്ട്. നെയ്യും പഞ്ചസാര ലായനിയും കൂടി ചേർത്തതാണ്. ഇനി നമ്മൾ ഈ ബൂന്തിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊടിച്ചെടുത്ത ബൂന്തിയാണത്. എന്നിട്ട് നന്നായിട്ട് എല്ലാവിടെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 40 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ ഇത് ഒന്ന് സെറ്റായി വരികയുള്ളൂ. നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കെടുത്ത് നോക്കാം. അങ്ങനെ നമ്മുടെ 40 മിനിറ്റ് കൂടെ കഴിഞ്ഞിരിക്കുന്നു. ആ 40 മിനിറ്റ് കഴിഞ്ഞ ശേഷമുള്ള ബൂന്തിയും പഞ്ചസാര ലായനിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. കണ്ടില്ലേ, നന്നായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. നോക്കൂ. ഇനി നമ്മളത് ആവശ്യത്തിനുള്ള, നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം ലഡുവിന് ആവശ്യം അതനുസരിച്ച് നമുക്ക് ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. ചെറിയ ഉരുളകൾ വേണമെങ്കിൽ ചെറുതാക്കി എടുക്കാം, വലുതാണെങ്കിൽ വലുതാക്കി എടുക്കാം. ഞാനിവിടെ ചെറിയ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ രീതിയിൽ നമുക്ക് ഇതിൽ എല്ലാം ഉരുളയാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ട് അങ്ങനെ ഇനി ഈ ഉരുള മീതെ നമ്മൾക്ക് എന്താണ് ആവശ്യം, മുന്തിരി, ഉണക്കമുന്തിരി ഓരോന്നും വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ലഡു, അതായത് കിടുക്കാച്ചി ലഡു റെഡി ആയിട്ടുണ്ട്. നോക്കൂ, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. മായമില്ലാത്ത നല്ല അടിപൊളി ലഡുവാണ്. കണ്ടില്ലേ, സൂപ്പറായി വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.